ഹായ് ഫ്രണ്ട്സ്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മിക്കവാറും നമ്മളൊക്കെ നമ്മുടെ ലൈഫിലെന്ന് പറയുന്നത് നമ്മളോട് ദേഷ്യമുള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്തായാലും ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അതേപോലെ കുറച്ചെങ്കിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെറുക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് ഈ ദേഷ്യമുള്ള ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് അതൊക്കെ നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ അതൊക്കെ നമ്മളോട് പുറത്ത് തരുമായിരിക്കും അല്ലേ? ചിലപ്പോൾ അവർ ആ ഒരു ടൈമിൽ ചെയ്ത തെറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് പൊറുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ തെറ്റുകളാണെങ്കിൽ അവരൊരു പക്ഷേ ആ ഒരു തെറ്റുകളൊക്കെ നമുക്ക് പുറത്ത് തരുമായിരിക്കും. പിന്നെ അതുപോലെ നമ്മളോട് സ്നേഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കൂലേ, അവരുടെ ഓർമ്മകളിൽ നമ്മളുണ്ടാവും. ഒരു പക്ഷേ നമ്മളെ ആലോചിച്ചിട്ട് കരയും, ഒരുപാട് കരയുമായിരിക്കും. നമ്മളില്ലാത്ത ആ ഒരു ടൈം അവർക്ക് ഒരുപാട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ഓർമ്മകൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, മനുഷ്യന് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താ പറയുക, മറവിയാണെന്ന് പറയാം. നമുക്ക് മറക്കാൻ പറ്റുക എന്തൊരു കാര്യമായാലും അല്ലേ? നമ്മുടെ ഇടയിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ, നമുക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു മറവി കാരണമാണ് നമ്മൾ അതിനൊക്കെ അതിജീവിക്കുന്നത്. എന്ന് വെച്ചിട്ട് നമ്മളവരെ മറന്ന് കളയാന്നല്ല, നമ്മളവരെ മറന്നിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിൽ വീണ്ടും ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് വരികയാണ്. ഇവർ തന്നെ നമ്മളില്ലേ, ആരായാലും ആര് മരിച്ച സ്വാഭാവികമായിട്ട് അവർ നമ്മളെ മറന്നിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ അവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി അതുമായിട്ട് ഇങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലേ? അല്ലെങ്കിൽ അവരുടെ ഓർമ്മ ഈ ഭൂമിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക എന്നൊരു കാര്യത്തിൽ ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തി അത്രയും നല്ലൊരു പ്രവൃത്തിയാണ്. നമുക്ക് നമ്മുടെ മരിച്ചു പോയ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ള ആളുകളിൽ അവരെങ്ങനെയാണ് ജീവിക്കുക, അങ്ങനെയുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരുപാട് ആളുകൾക്ക് മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ, ആ ഒരു ജീവനെ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കാരണമാവുകയാണെങ്കിലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റി, വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെയാണ് വേറൊരു നല്ലൊരു കാര്യം. നമ്മുടെ മലപ്പുറം തിരൂർ സ്വദേശിയായിട്ടുള്ള മോദീൻകുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ആ ഭാര്യയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, അതുപോലെ അദ്ദേഹത്തിൻ്റെ മക്കളും കൂടിയിട്ട് അവർ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാര്യയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അനാഥരായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുത്തു. ആ ഒരു കല്യാണം നടത്തി കൊടുത്തു അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ സ്വർണത്തിൻ്റെ ഇതിനൊക്കെ അവസ്ഥ നമുക്കറിയാം. അത്രയും വില കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ 6 പവൻ വീതം 10 പെൺകുട്ടികൾക്ക്, അവിടെ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടില്ല, അങ്ങനെ 10 പെൺകുട്ടികൾക്ക്, അനാഥരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു അല്ലേ? അത് വളരെ നന്നായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ആ ഒരു 10 പെൺകുട്ടികൾ അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കുന്നു, ആ ഒരു നിമിഷം ഈ ഒരു ഉമ്മാനെ പറ്റിയിട്ട് അവരെന്തായാലും ചിന്തിക്കും. കാരണം അവരുടെ ജീവിതം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ, ഈ ഒരു ജീവിതം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ഈ ഉമ്മ ഒരു കാരണം, അല്ലെങ്കിൽ അവരുടെ കുടുംബം കാരണമാണ് എന്നുള്ള ആ ഒരു ചിന്ത ആ കുട്ടികളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ? നമ്മളായാലും നമുക്കൊരു ജീവിതം ആരാണ് ഉണ്ടാക്കി തന്നത്, നല്ലൊരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ജീവിതകാലം മുഴുവൻ ആ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ എന്നും ഓർത്തിരിക്കും അല്ലേ? അതുപോലെ തന്നെ അത്രയും നല്ലൊരു കാര്യമാണ് ഈ ഒരു ആൾ ചെയ്തിട്ടുള്ള. ആ ഒരു ആളും അദ്ദേഹത്തിൻ്റെ മക്കളും കൂടിയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വിവാഹം നടത്തി കൊടുത്തു. അതുമാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള ചിലവ്, ഓഡിറ്റോറിയം കാര്യങ്ങൾ അവരുടെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തി കൊടുത്തത്. അതുമാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളും ഫുഡും, അവിടെ കല്യാണത്തിൽ പങ്കെടുത്ത അവരുടെ ബന്ധുക്കളും മറ്റാളുകളുമായിട്ടുള്ളവർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവരെ വക തന്നെ അവർ ചെയ്തു കൊടുത്തു. കാരണം ഈ ഒരു നല്ല പ്രവൃത്തി എന്തായാലും അവരുടെ മരണം വരെ അല്ലേ, ആ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ നല്ല ജീവിതകാലം വരെ അവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. ആ ഒരു ഉമ്മ അവരുടെ മനസ്സിൽ ആ ഒരു നല്ല ഓർമ്മയായിട്ട് എന്നും നിൽക്കും. നമുക്ക് എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക, ഇതൊക്കെ വളരെ നന്നായിട്ടുള്ള ഒരു കാര്യമാണല്ലേ? നമ്മൾ ഒരുപാട് ഇങ്ങനെ ആർഭാടങ്ങളായിട്ട് വേറെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളിൽ പൈസ കൊണ്ട് ചിലവാക്കുന്നതിന് ഭേദം ഇങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ കാരണം അവരുടെ മനസ്സിൽ, നമ്മൾ മരിച്ച ആളുകളാണെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ എന്നും ഉണ്ടായിരിക്കും. അത് നല്ല ഓർമ്മകളായിട്ട് അവരെന്നും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ തന്നെ നമ്മളെ ഉൾപ്പെടുത്തില്ല. അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ജീവിതമാവട്ടെ, ആ 10 പെൺകുട്ടികൾക്കും കിട്ടിയത് നല്ല ജീവിതമാവട്ടെ.